പട്ടാമ്പി നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി AN നീരജ് സമരം ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ സുരക്ഷിതമായ ഇരിപ്പിടങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുക, ബസ് സ്റ്റാൻഡിൽ ശുചിത്വമുള്ള പരിസരവും ആധുനിക ശുചിമുറിയും ഒരുക്കുക, നിശ്ചിത ശതമാനം തുക ബസ് സ്റ്റാൻഡ് മെയിൻ്റനൻസ് പ്രവൃത്തികൾക്ക് മാറ്റിവെക്കുക, ബസ് സ്റ്റാൻഡ് സമഗ്ര നവീകരണത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രവൃത്തി നടപ്പിലാക്കുക, നഗരസഭ ബസ് സ്റ്റാൻഡ് ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുക, അനൗൺസ്മെന്റ് സംവിധാനം, ടെലിവിഷൻ സൗകര്യം, ഭിന്നശേഷി സൗഹൃദ സംവിധാനങ്ങൾ, അന്വേഷണ കേന്ദ്രം, പെയ്ഡ് എയർ കണ്ടീഷൻ റൂമുകൾ, കുടിവെള്ള സൗകര്യം എന്നിവ ഒരുക്കുക, മൺസൂൺ കാലത്ത് മഴ നനയാതെ നിൽക്കാൻ ആവശ്യമായ വിശ്രമ കേന്ദ്രം ഒരുക്കുക, ബസ്സുകൾക്ക് കൃത്യമായ പാർക്കിംഗ് സൗകര്യങ്ങളും മാർക്കിംഗും ഏർപ്പെടുത്തുക, ബസ് സ്റ്റാൻഡിന്റെ പുറകുവശം ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം സുരക്ഷിതത്വം ഉറപ്പാക്കി സൗന്ദര്യവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പട്ടാമ്പി ബസ് സ്റ്റാൻഡിനെ കുറിച്ചുള്ള വലിയ ചർച്ച പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയുടെ തുടർച്ച എന്ന നിലയിലാണ് ഒരു സൂചന പ്രതിഷേധം എന്ന നിലയ്ക്ക് ഇന്ന് ഡിവൈഎഫ്ഐ ഇന്ന് രാവിലെ തീരുമാനിച്ച് വളരെ കുറഞ്ഞ സമയത്തിനകത്ത് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക, ജനങ്ങളുടെ അഭിപ്രായം സമാഹരിച്ച് ജനങ്ങളുടെ കൂടി അഭിപ്രായത്തിനനുസരിച്ച് പട്ടാമ്പിയുടെ നഗരസഭയുടെ അധികാരികളുടെ മുമ്പിലേക്ക് അവർക്ക് നന്നായി അറിയാവുന്ന, അവർക്ക് നല്ല ബോധ്യമുള്ള പട്ടാമ്പി നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള പട്ടാമ്പി നഗരസഭ പണപ്പിരിവ് നടത്തുന്ന ഈ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിലവിലെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിക്കാണ് ഒരു സൂചന എന്ന നിലയിൽ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പട്ടാമ്പി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ 3 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. പട്ടാമ്പിയുടെ ലാൻഡ്മാർക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പട്ടാമ്പി പാലാണ്, മറ്റൊന്ന് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാർ ഒഴുകിയെത്തുന്ന പട്ടാമ്പി ബസ് സ്റ്റാൻഡാണ്. നമ്മൾ രാവിലെ മുതൽ ഇവിടെ നിന്നാൽ അറിയാം, കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, ബസ് യാത്രക്കാരായ മനുഷ്യർ ഈ പട്ടാമ്പിയിൽ ഓരോ ദിവസവും വന്നു പോവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും വന്നു പോകുന്ന ഈ കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ അയ്യേ, ഈ പട്ടാമ്പിയിലെ ബസ് സ്റ്റാൻഡ് ഇത്ര മോശമാണോ എന്ന് ചിന്തിക്കുന്ന നിലയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് PR രജീഷ് അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ CS സുരേഷ്, ബ്ലോക്ക് ട്രഷറർ VT രാഹുൽ, ജോയിന്റ് സെക്രട്ടറി KP മുഹമ്മദ് ഹാസിർ, അരുൺ, ഹാരിസ് എന്നിവർ സംസാരിച്ചു. സമരത്തിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ കമ്മിറ്റി തയ്യാറാക്കിയ ലഘുലേഖ ബസ് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങളിലും പ്രവർത്തകർ വിതരണം ചെയ്തു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.